ഞങ്ങളുടെ പ്രേക്ഷകരോട് ഈ സുവിശേഷം അടുത്ത പ്രാവശ്യം വായിക്കുമ്പോൾ എവിടൊക്കെയുണ്ട് രക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന, പാപമോചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന, ഈ പുതിയ ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന, സ്വയനീതിക്കാർക്ക് ഇതൊക്കത്തില്ല. ദാരിദ്ര്യത്തോടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവത്തോടുള്ള ബന്ധം നിലനിൽക്കുന്നത് എൻ്റെ സൽപ്രവൃത്തി കൊണ്ടല്ല. ഞാന് മലയാളത്തിലൊരു നല്ല പാട്ട് തന്നെയുണ്ട്. നഗ്നൻ ഞാൻ നിൻ വസ്ത്രം ദാ, ഹീനൻ ഞാൻ നിൻ കൃപത, മ്ലേച്ഛനായി വരുന്നിതാ, സ്വച്ഛനാക്കു രക്ഷക. അതാണ് ഇവിടുത്തെ ഒരു പ്രധാന കാര്യം. പിന്നെ വേറൊരു ഇതൂടെ ഞാൻ ചിന്തിക്കുക, ഈ 12:6 ഈ ലൈനിൽ വരുന്നതാണോ എന്ന് പറഞ്ഞാൽ 12:6 ബെൻസ് ഒന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 6-ാമത്തെ വാക്യം. എന്നാൽ ദൈവാലയത്തെക്കാൾ വലിയവൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്യമാണ്. അബ്രഹാം ദാവീദ് പറഞ്ഞു തുടങ്ങി, ഇമ്മാനുവേൽ എന്ന് പറഞ്ഞു, രക്ഷകൻ എന്ന് പറഞ്ഞു. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഗിരിപ്രഭാഷണം മോശെ ഇവിടെ വന്ന് അത് നെയില് ചെയ്യല്ലേ? അതിന്റെ ഒരു ഹൃദയ ഭാഗമല്ലേ? ദേവാലയത്തെക്കാട്ടിൽ വലിയവനായവൻ ഇവിടെ. പഴയ നിയമം ഉറ്റുനോക്കിയിരുന്ന ആ ക്ലൈമാക്സ് യേശുവിലായി. ദാവീദിനോട് പറഞ്ഞത് നിവൃത്തിയായി, അബ്രഹാമിനോട് പറഞ്ഞത് നിവൃത്തിയായി, മോശയെക്കാട്ടിൽ വലിയ പ്രവാചകൻ വന്നു. എല്ലാവർക്കും ഓഫർ ചെയ്യുന്ന രക്ഷ എന്ന് പറഞ്ഞാൽ യഹൂദ ഇതിൽ മാത്രം നിലനിൽക്കുന്നതല്ല. വംശാവലിയിലെ 4 സ്ത്രീ കഥാപാത്രങ്ങൾ താമാർ, രാഹാബ്, രൂത്ത്, ബത്ശേബ വായിക്കുമ്പോൾ തന്നെ യഹൂദന്മാർക്ക് ഇറിറ്റേറ്റഡ് ആവും. ഇവര് വംശാവലിയിൽ ഉണ്ട്, പക്ഷെ ഇവരുടെ പേര് വെക്കണ്ടായിരുന്നു. പക്ഷെ അത് പേര് വെച്ചുകൊണ്ട് തുടങ്ങുക. എന്നിട്ട് 28-ാമത്തെ അധ്യായത്തിൽ ഭൂലോകമൊക്കെയും പോവുക. ഇതെല്ലാവരിലും വ്യാപിച്ചു നിൽക്കുന്ന ഒരു രക്ഷയായിട്ട് ദേവാലയത്തെക്കാട്ടിൽ വലിയവൻ യേശു എല്ലാത്തിന്റെ ഒരു ഫുൾഫിൽമെന്റ് ആയി. ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് പ്രധാനമായി ചിന്തിക്കേണ്ട വേറൊരു കാര്യം, ഇപ്പൊ ഇമ്മാനുവേൽ കൂടിയിരിക്കുന്ന യേശുവിന് ഇഷ്ടമുള്ളത് എന്താ? അതൊരു പ്രധാനമല്ലേ? യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ദരിദ്രനായിട്ട് വരുന്നു, കർത്താവെ എന്നെ ഉടുപ്പിക്കണമേ, നീതിയുടെ വസ്ത്രം, നീതീകരണം, രക്ഷിക്കണമേ. പക്ഷെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്തത് രക്ഷയെന്ന് പറയുന്ന ഒരു മൊമെന്ററി ആയി ഏറ്റുപറഞ്ഞു, സ്ഥാനപ്പെട്ട് മുങ്ങി 2 ഡേറ്റും എഴുതി വെച്ചു. പക്ഷെ യേശുവിന് ഇഷ്ടമുള്ളത് എന്താ? യേശുവിന്റെ കൂടെ താമസിക്കാൻ വരുന്നു. എന്റെ ഹൃദയത്തിൽ, എന്റെ ജീവിതത്തിൽ യേശുവിന് ഇഷ്ടമില്ലാത്തതിനെ ഞാൻ മാറ്റണം. അതൊരു പ്രധാന കാര്യമാണ്. മത്തായിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. രക്ഷ എന്നുള്ള ആ ഒരു പ്രോസസ്സ് ശിഷ്യത്വമായി മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യം, ദൈവരാജ്യത്തിൽ സ്വഭാവ രൂപീകരണത്തിനുള്ള പ്രാധാന്യം, അത് മത്തായിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അയാളുടെ മനസ്സിൽ വരുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രേക്ഷകർ ഒരിക്കലും മിസ്സാക്കരുതാത്ത, ഇപ്പൊ മത്തായി എന്ന സുവിശേഷം നമ്മൾ നോക്കുമ്പോൾ സ്വഭാവ രൂപീകരണത്തോടുള്ള ബന്ധത്തിൽ, ഇന്റർപേഴ്സണൽ വ്യക്തിപരമായി ഉള്ള ബന്ധത്തിൽ ഒക്കെ ഒരു ശിഷ്യൻ ഒരിക്കലും ചേരത്തില്ല. യേശു അതിനെ എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ മനസ്സിൽ വരുന്ന പ്രധാന കാര്യങ്ങൾ എന്തുവാ? മത്തായിയുടെ സുവിശേഷം ധ്യാനിക്കുമ്പോൾ ശിഷ്യത്വത്തിന് ഭയങ്കര എംഫസിസ്, പ്രാധാന്യത നമുക്ക് കാണാം. ഉണ്ട്. മറ്റൊരിടത്തും കാണാത്ത ഒരു വിളി മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങളിൽ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ. സാധാരണഗതിയിൽ ആ വാക്യം നമ്മൾ എങ്ങനെയാ പറയുന്നത്? അതൊരു പക്ഷെങ്കിൽ ഭൗതികമായി ക്ഷീണിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ജോലിയോടുള്ള ബന്ധത്തിലോ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഫിസിക്കൽ ഒരു ഇമ്മീഡിയറ്റ് ആപ്ലിക്കേഷൻ നടത്താറുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു സാമ്പത്തിക ക്ലേശമോ അല്ലെങ്കിൽ ശാരീരിക ജോലി ചെയ്ത് അതല്ല ഇവിടുത്തെ. കാരണം ആ 28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരും എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അടുത്തത് 29-ാം വാക്യവും 30-ാമത്തെ വാക്യവും ഒക്കെ വരുമ്പം എന്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും. അപ്പോൾ ഈ പറയുന്ന ഭാരം ചുമക്കുന്നത് എന്തുവാ? ഈ ഭാരം ചുമക്കുന്നത് അവർക്ക് ചുമക്കാൻ വയ്യാതായത് എന്താന്ന് ചോദിച്ചാൽ ഈ അന്നത്തെ കാലത്ത് ഈ പരീക്ഷ ഭക്തിയിലും യഹൂദ മതത്തിലും അവർക്ക് ചെയ്യാൻ പറ്റാത്ത നിലയിൽ പ്രമാണങ്ങളുടെ വലിയൊരു കൂമ്പാരം അവരുടെ മേൽ വെക്കുകയാണ്. അവർക്കറിയാം എന്തോ ചെയ്യരുത്. പക്ഷെ ഇത് ജീവിക്കാനുള്ള ശക്തിയില്ല. 23-ാം അധ്യായത്തിൽ വരുമ്പോൾ ഈ പ്രമാണികളൊക്കെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ വലിയ ഭാരങ്ങൾ ജനത്തിന്റെ മേൽ വെച്ചു കൊടുക്കും. അവരോട് പഠിപ്പിക്കുക. പക്ഷെ ഇവരുടെ ജീവിതത്തിൽ ഒന്നി നിഗ്ലക്ട് ചെയ്യുന്നു, അല്ലെ അത് ജീവിക്കാനുള്ള ശക്തിയില്ല. ഇത് മുമ്പ് സഹോദരൻ ഷോൺ പറഞ്ഞതുപോലെ യേശു പറയുന്നത്
എൻ്റെ അടുത്ത് വന്ന് ഒരു കണ്ടം ഉഴുതുന്ന ഏർക്കാല പോലെ യേശുവിന്റെ കൂടെ യോക്കിൻ ആ നുകത്തിൻ കീഴിലിരുന്ന് ഒരു യേശുവിന്റെ ഒപ്പം സഞ്ചരിച്ച് യേശുവിൽ നിന്ന് പഠിക്കുന്ന ഒരു ജീവിതം. അപ്പൊ ഈ പറയുന്ന ആ നുകമെന്നുള്ളത് മുമ്പേ നമ്മൾ ചിന്തിച്ച 5 പില്ലേഴ്സുമായിട്ടും അപ്പം കണക്ഷൻ വരുമല്ലോ. ശരിക്കും പറഞ്ഞാൽ ആ 5 പില്ലേഴ്സ് ആണ്. അതിലുള്ള ഈ സ്വാതന്ത്ര്യമാണ് ഈ നുകം. അത് പഴയ നിയമത്തിന്റെ കീഴിൽ ജീവിക്കാൻ ഒക്കാതുള്ള ഒരു അനുഭവം അല്ല ഈ നുകം. അല്ലല്ല. കാരണം ഞാൻ ആശ്വാസം തരാമെന്നാ പറയുന്നത്, നിയമങ്ങൾ ഇല്ലെന്നല്ല പറയുന്നത്. ഇന്ന് ചില അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ട്, സ്വാതന്ത്ര്യം ഒന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളുക. പക്ഷെ അതല്ല, എന്റെ നുകം എടുക്കണം. അത് ഇവിടെ 5 മുതൽ 7 വരെയുള്ള അധ്യായത്തിൽ, 10-ാം അധ്യായത്തിൽ, 13-ാം അധ്യായത്തിൽ, 18-ലുള്ള എല്ലാം പഠിപ്പിക്കലും. പക്ഷേ ഇത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ട്രൂ ഫ്രീഡം കംസ് വെൻ യു ആർ എ സ്ലേവ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അടിമയായി യേശുവിന്റെ ഉപദേശത്തിന്റെ കീഴിൽ നിൽക്കുമ്പോൾ സ്വാതന്ത്ര്യമാണ്. ചിന്തിച്ചതുപോലെ ഒരു പുതുമോശയായ പുതു പഞ്ചഗ്രന്ഥം തന്നുകൊണ്ട് ആ ന്യായപ്രമാണം 5:19 അവിടെ പറഞ്ഞ പോലെ, അവിടെയും പറഞ്ഞ പോലെ ഒരു പുതിയ നിയമത്തിൽ കയറി. പുതിയ മോശ വന്നു, പുതിയ ന്യായപ്രമാണം വന്നു, പുതിയ നിയമത്തിലായി. പഴയത് നിവർത്തിക്കുക, പഴയതിന്റെ യഥാർത്ഥ അർത്ഥം പുറത്തു കൊണ്ടുവന്നുകൊണ്ട് ഒരു പുതിയ ദൈവരാജ്യത്തിന്റെ ആ ഒരു സംവിധാനത്തിലേക്ക് നമ്മളെ കൊണ്ടുവരിക. എന്നിട്ട് മത്തായി നമ്മളോട് പറയുന്നത് ഈ ദൈവരാജ്യത്തിലായ വ്യക്തി എങ്ങനെ ജീവിക്കണം. പുതിയ ദൈവരാജ്യ സംവിധാനത്തിൽ എത്തിച്ച് 3 കാര്യങ്ങളായിട്ടാണ് ഈ ദൈവരാജ്യ സംവിധാനത്തെ അത് ഒരു പക്ഷേ സഹായിക്കും. നമ്മളെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് അതൊരു 3 ആയിട്ട് തിരിക്കുമ്പോൾ പ്രധാനമായിട്ടും ശിഷ്യനായി തീരുക, അല്ലെങ്കിൽ നുകം ഏറ്റെടുക്കുന്ന ഏതൊക്കെ മേഖലയിലാണ്. ആദ്യത്തെ വിഷയം, നമ്മളോട് തന്നെ സ്വയത്തോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം. കാരണം ഈ ദൈവരാജ്യത്ത് വരുന്നതിന് മുൻപ് ഞാൻ എന്റെ ജീവിതം കെട്ടിപ്പടുകയാണ്. എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചു, എന്റെ സുരക്ഷിതത്വം എനിക്ക് വേണ്ടി കൂട്ടിവെക്കുക, ഒരു സ്വാർത്ഥനായി, സെൽഫ് സെന്റേർഡ് ആളായി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് വേണ്ടി, എല്ലാം എനിക്ക് വേണ്ടി, എനിക്ക് ബെസ്റ്റ് കിട്ടണം, അതിനുവേണ്ടിയുള്ള ഒരു തത്രപ്പാടില്ല. അവിടെയാണ് മത്തായി 6:33 വരുമ്പോൾ ഒരു മത്തായിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക പ്രയോഗമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള വാക്യമാണ്. നമ്മൾ ഉദ്ധരിച്ച് പലപ്പോഴും അതിന്റെ അർത്ഥമില്ലാതാക്കിയോ എന്ന് പോലും ഞാൻ വായിക്കാം. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഞാൻ പലയിടത്തും ഇത് പറയുമ്പോൾ, ജനത്തോട് പൂരിപ്പിക്കാൻ പറയുമ്പോൾ എല്ലാം കിട്ടും. അങ്ങനെ ആ സാധാരണ വായിച്ചു വിടുമ്പോൾ നമ്മളുടെ കണ്ണിൽ കാണുന്നതൊക്കെയും എന്ന് പറഞ്ഞാൽ അയൽവക്കക്കാരൻ വാങ്ങിച്ചു പുതുതായിട്ടൊരു കാര്യം, ഈ വാക്യമാണ് അത് എനിക്ക് കിട്ടാൻ വേണ്ടിയുള്ളൊരു. കാരണം മുമ്പേ അവന്റെ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, അതോടുകൂടെ സകലവും കിട്ടും എന്നൊരു ധ്വനി ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായും. പക്ഷെ ഇവിടെ അതല്ല, എന്റെ രാജ്യം, എന്റെ അജണ്ട മാറ്റിവെച്ച് ദൈവത്തിന്റെ രാജ്യം, അവന്റെ നീതി. അതുവരെ ഞാൻ എന്റെ നീഡിന് വേണ്ടി ജീവിച്ചു. അതുവരെ എന്റെ ഡീഡ്സ്, എന്റെ നീതിയായിരുന്നു. ഞാൻ ദശാംശം കൊടുക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ ഞാൻ എന്റെ പ്രവൃത്തി കൊണ്ട് നല്ലവനായി നിൽക്കാനുള്ള ഒരു തത്രപ്പാട്. അതെല്ലാം ഒരു പുറം ചേട്ട. യേശു പരീക്ഷനെ നോക്കി പറഞ്ഞതുപോലെ പുറത്തെല്ലാം വൈറ്റ് വാഷ് ചെയ്തിരിക്കുക. അതെ, അതൊക്കെ പ്രധാന വാക്യങ്ങളാണ്. 23-ലും 15-ലും ഒക്കെ അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയ എങ്കലിന് ദൂരെ, അല്ലെങ്കിൽ വെള്ള തേച്ച ശവക്കല്ലറകൾ. അതിന്റെ അർത്ഥം പുറമേ നോക്കിയ നോ പ്രോബ്ലം, ഐ എം ഓക്കെ, ആത്മീകനുമാണ്. പക്ഷെ ശിഷ്യത്വം അങ്ങനെയല്ല. ആറ്റിറ്റ്യൂഡ് ടു ദ സെൽഫ്. ഞാൻ ഉള്ളിൽ ആരാ, എന്നോട് തന്നെയുള്ള മനോഭാവം എന്താ. ഇന്നത്തെ ഒരു കൾച്ചർ പറയുന്നത്, ഇന്നത്തെ പ്രസംഗികളും പലരും പറയുന്നത്, ലവ് യുവർ സെൽഫ്, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. ഒരു ബുക്കുണ്ട്, ദ പവർ ഓഫ് ഐ ആം. ഞാനാകുന്നവൻ. ഞാൻ അത് യോഹന്നാനിലെ അയാമല്ല, അല്ലെങ്കിൽ പുറപ്പാടിലെ അയാമല്ല. ഞാൻ ഓർത്തു യേശുവിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ യഥാർത്ഥ അയാമിനെ കുറിച്ചല്ല. ഞാൻ ആരാ? ഐ ആം ബ്ലെസ്ഡ്, ഐ ആം സക്സസ്ഫുൾ, ഐ ആം പ്രോസ്പെറസ്. പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്, പവർ ഓഫ് ബിലീവിംഗ് ഇൻ യുവർ സെൽഫ്. ഇവിടെ അതല്ല. ഇവിടെ അതെല്ലാം മാറ്റിവെച്ച് ഒരു അജണ്ടയുള്ള യേശുവിന്റെ രാജ്യം. അതുകൊണ്ടാണ് 16-ാം അധ്യായത്തിൽ വരുമ്പോൾ 24-ാം വാക്യത്തിൽ യേശു പറയുന്നത്, എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവൻ എന്ത് ചെയ്യണം? പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് അവന്റെ ഇൻട്രസ്റ്റുകളൊക്കെ രണ്ടാമതായി വരും, അല്ലേ? ആത്മീക പരിവേഷം മുതൽ, ആത്മീക പരിവേഷത്തിന് പകരം ഒരു ഹിപ്പോക്രറ്റിക്കൽ കപടഭക്തിക്ക് പകരം വേണ്ടിയത് ദാരിദ്ര്യമാണ്.
സ്വാർത്ഥതയ്ക്കും പണക്കൊതിക്കും പകരം വേണ്ടിയത് ത്യജിക്കണം, ക്രൂശ് എടുക്കണം എന്ന് പറഞ്ഞാൽ, ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ ക്രോസിൽ കാണുന്ന പ്രിൻസിപ്പിൾ. എന്തോ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്റെ വില്ലിനെ കട്ട് ചെയ്യുന്നതാണ് ക്രോസ്, എന്റെ ഇഷ്ടങ്ങളെ. മത്തായിലൊരു ആഴം എന്ന് പറയുന്നത് 6:3 വരുമ്പോൾ ഇടം കൈ കൊടുത്തത് വലം കൈ അറിയരുതെന്ന് പറയുമ്പോൾ ഞാൻ തന്നെ അറിയാതിരിക്കാൻ പറ്റുമോ ഞാൻ കൊടുത്തത്? എന്നാ എന്റെ പ്രവൃത്തി പോലും അല്ല ഫോക്കസ്, യേശുവിലും യേശുവിന്റെ ക്രൂശ് എടുക്കുമ്പോൾ സ്വയത്തിന് സ്ഥാനമില്ല. ഞാൻ ദൈവകൃപയാൽ ചെയ്യുന്ന നീതി പോലും അവിടെ പ്രസക്തമല്ല. അതെ, എന്നാ സെൽഫിനോട് ഞാൻ ടോട്ടലി സെൽഫും എന്റെ ഇടയ്ക്കും ക്രൂശ് വരികയാണ്. അല്ല, അവിടെ എനിക്ക് തോന്നുന്നു പ്രധാനമായി 5-ാം അധ്യായത്തിൽ യേശു പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത്. അവിടെ എല്ലാം കാണുന്നത്, ഇപ്പോൾ വ്യഭിചാരം ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ വ്യഭിചാരം, ഞാനോ നിങ്ങളോട് പറയുന്നത് ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്യാത്ത വ്യക്തിക്ക് ഒരു അഭിമാനമാണ് വരുന്നത്. ഞാൻ നല്ലവനാണല്ലോ, ഞാൻ നീതിമാനാണല്ലോ. യേശു പറയുക നോ, ഹൃദയം ആരും കാണാത്ത രൂപാന്തരം വരേണ്ട ആ മുഖ്യ ഇത് ക്രൂശ് അവിടെ വരണം. അത് വരണമെങ്കിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. ഞാൻ സെൽഫ് സാറ്റിസ്ഫൈഡ്, എനിക്ക് തോന്നും എനിക്കെല്ലാം ഉണ്ട്, ഞാൻ പര്യാപ്തനാണ്. പക്ഷേ യേശുവിന്റെ പഠിപ്പിക്കൽ, മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അർത്ഥം 5:20 പറയുന്നത് പരീശന്റെയും ശാസ്ത്രിയുടെയും നീതിയെ കവിയണം. അവരുടെ നീതി എന്ന് പറഞ്ഞാൽ ആഴ്ച 2 ഉപവസിക്കുകയോ, അവരുടെ നീതി ദശാംശം കൊടുക്കുന്നു, ഉപവസിക്കുന്നു, തെരിക്കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, ബൈബിള് വായിക്കുന്നു, പഠിപ്പിക്കുന്നു. എന്തൊരു നീതിയാണ്! അന്നത്തെ ഏതൊരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും ആ നാട്ടിലെ ഏറ്റവും വലിയ ആത്മീയൻ എന്ന് പറഞ്ഞാൽ അത് തന്നെ പല വകുപ്പുകൾ. പരീശന്മാർ തന്നെ ഏകദേശം 9 വകുപ്പുകളോളം ഉണ്ട്. അതിന്റെ അർത്ഥം തന്നെ വേർപെട്ടവൻ. നമ്മൾ വേർപെട്ട സമൂഹമാണ്, സെപ്പറേറ്റഡ് വൺസ്. നമ്മൾ നോക്കി പറയും ഇവര് വിശുദ്ധിക്ക് വേണ്ടി, ഇവര് മറ്റു ലോകത്തോട് ഇടപെടുന്നില്ല. അതുപോലത്തെ ഒരു കൂട്ടരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരുടെ നടുവിലുള്ള ആത്മീയരെ ചൂണ്ടി പറയുകയാണ് ഇവരെക്കാൾ നീതി വേണം. നിങ്ങളുടെ റൈറ്റ് ഡൂയിങ്, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ ശിഷ്യനായി തീരുന്നത് ഇവരെ കാട്ടിൽ എന്ന് പറയുമ്പോ നമ്പേഴ്സ് ആണോ? അവിടെ നമ്പേഴ്സ് അല്ല. അവിടാണ് പിന്നെ ഒരു ക്ലാരിറ്റി പ്രേക്ഷകർക്കെല്ലാം. അവർ 2 ദിവസം ഉപവസിച്ചു, നമ്മൾ കവിയണം എന്ന് പറഞ്ഞാൽ 3 ദിവസം, എല്ലാ വെള്ളി ശനി ഞായർ ഉപവസിക്കണം എന്നുള്ള അർത്ഥമാണ്. പിന്നെ അതുപോലൊരു ഇതിലേക്ക് വരിക, അതിലൊരു അഭിമാനം പിന്നെ വരിക. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും കഴിക്കത്തില്ല, അല്ല ഞാൻ എല്ലാ ഞായറാഴ്ച രാവിലെയും കഴിക്കത്തില്ല, അതിലെ അഭിമാനം. പക്ഷെ കവിയുക എന്ന് പറഞ്ഞാൽ ഒരു നദി കവിയുന്നത് പോലെ അത് എന്നിൽ നിന്ന് പുറത്തോട്ട് ഒഴുകുകയാണ്. അത് യേശു എന്നിൽ പകരുന്ന നീതിയാണ്. അത് മാത്രമല്ല 5-ാം അധ്യായം അവസാന വാക്യം വരുമ്പോൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണ പൂർണ്ണനായിരിക്കുന്ന പോലെ, അന്ന് അവിടെ എല്ലാം കാണുമ്പോൾ എനിക്ക് ആ നീതി ഇല്ലെന്നുള്ളൊരു തിരിച്ചറിവ്. അത് പിന്നെ 5:3 വരിക. ഞാൻ ദരിദ്രനാണ്, ഞാൻ മോങ്ങിക്കരയുകയാണ്, ഞാൻ വിശന്ന് ദാഹിക്കുക, എനിക്ക് നിന്റെ നീതി ഇല്ലെങ്കിൽ ജീവിക്കാൻ കഴിയത്തില്ല. അതാണ് 18-ാം അധ്യായത്തിൽ വരുമ്പോൾ ആദ്യത്തെ 6 വാക്യങ്ങളിൽ പറയുന്നത്. എല്ലാവരെക്കാൾ ചെറിയവനാണെന്നൊരു, ഞാൻ ഒന്നുമല്ലെന്ന് തിരിച്ചറിഞ്ഞാല് ദൈവരാജ്യത്തിൽ കയറാൻ കഴിയത്തുള്ളൂ. ദൈവരാജ്യത്തിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് അങ്ങനെയാണ്, ദൈവരാജ്യത്തിൽ കയറണമെങ്കിൽ തന്നെ അങ്ങനെയാണ്. പക്ഷെ ജീവിതവും കയറി കഴിഞ്ഞിട്ട് സ്വയനീതിയുടെ ജീവിതമല്ല, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിട്ട്. ആ സ്വയത്തെ കുറിച്ചുള്ള ഒരു മനോഭാവം, ജ്ഞാനിയും മൂഢനും എന്നുള്ള ഒരു തിരിച്ചറിവ്. എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ മുതലേ അത് ഈ ഫൂൾ വൈസ് എന്നുള്ള ഒരു കോൺട്രാസ്റ്റ് 7-ാം അധ്യായത്തിലുണ്ട്. പിന്നെ 25-ാം അധ്യായത്തിൽ 10 കന്യകമാര് ഉണ്ട്. 24 എനിക്ക് തോന്നുന്നു തീരുന്നതും ഹൂ ഈസ് എ വൈസ് സെർവന്റ് എന്ന് പറഞ്ഞുള്ള ദാസനായ. അത് മാത്രമല്ല പരീശനെ നോക്കി 23-ാം അധ്യായത്തിൽ യേശു പറയുമ്പോൾ നിങ്ങൾ അന്ധരും നിങ്ങൾ ഫൂൾസുമാണ്, ബുദ്ധി ഇല്ലാത്തവർ. അപ്പൊ യഥാർത്ഥ ജ്ഞാനമായി മനസ്സിലാക്കേണ്ടത് സ്വയത്തെ സ്നേഹിക്കുന്നതല്ല, മുൻപേ അവന്റെ രാജ്യത്തെ അന്വേഷിക്കുന്നതും ക്രൂശ് എടുക്കുന്നതും. പുറമേ കാണുന്നതല്ല, ഉള്ളിൽ ആരാണ് അടിസ്ഥാനമിട്ട് പണിയുന്നത്, ആരും കാണാത്ത ഒരു അടിസ്ഥാനം. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ബിൽഡിങ്ങിന്റെ അടിസ്ഥാനം കാണത്തില്ല. അതുപോലെ ആത്മീയതയിൽ ബുദ്ധിയോടെ പണിയുക എന്ന് പറഞ്ഞാൽ ഒരു സീക്രട്ട് സ്പിരിച്വാലിറ്റി, ദൈവദിന ധ്യാനം, പേഴ്സണൽ പ്രെയർ, അങ്ങനെയുള്ള, അല്ലാതെ പുറമേ ഉള്ള ഒരു ഷോ ഓഫ് മാത്രമല്ല. ഇതെല്ലാം അകത്ത ഈ കൊടുക്കുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, എവിടാണ് നിക്ഷേപം സ്വരൂപിക്കുന്നത്, ആരാണ് ഉള്ളിന്റെ യജമാനൻ, ഇവിടെ എല്ലാം മത്തായിക്ക് മാത്രം ഉള്ള ഒരു ഫോക്കസ് ആണ്. അതെ അതെ അതെ, ഹാർട്ട് സ്പിരിച്വാലിറ്റി. നീതി കവിയുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് തുളുമ്പി വെളിയിലേക്ക് വരുന്ന ഒരു നീതി.
അത് വളരെ പ്രധാനമാണ്. Yes. അതുപോലെ രണ്ടാമത്തെ കാര്യമാണ് തമ്മിലുള്ള അന്യോന്യമുള്ള മനോഭാവം. സെൽഫിൽ നിന്ന് വൺ അനദറിലേക്ക് Yes. അല്ലേ? നമ്മുടെ മേൽ സെൽഫ് സെന്റേർഡ് ആകാതെ നമ്മള് ത്യജിച്ചുകൊണ്ട് ദൈവത്തെ മുൻനിർത്തി ജീവിക്കുമ്പോൾ അന്യോന്യമുള്ള ബന്ധങ്ങളിൽ അത് റിഫ്ലക്റ്റഡ് ആവും. Yes, yes. പലപ്പോഴും അതും വളരെ മിസ്കൺസെപ്ഷൻ ഉണ്ട്. പ്രേക്ഷകർ ഒരുപക്ഷെങ്കിൽ നിങ്ങൾ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. ചിലര് തന്നെ ചിന്തിക്കുക, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നല്ല ആത്മീയനാണ്, ഞാൻ ഉപവസിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ബൈബിൾ ക്ലാസ്സോ സൺഡേ സ്കൂളോ ഞാൻ എടുക്കാം. പക്ഷെങ്കിൽ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നയാളെ ഒരേ സഭയിൽ പോകുന്ന വിശ്വാസിയോട് സംസാരിക്കാത്തവർ, അപ്പോൾ അവർ ക്ലെയിം ചെയ്യുന്നത് വി ഹാവ് എ ഡയറക്റ്റ് കണക്ഷൻ വിത്ത് ജീസസ്, യേശുവുമായിട്ട് ഞങ്ങൾ. പക്ഷെ മത്തായിയോ ഈ പുതിയ നിയമം മുഴുവനോ അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റിക്ക് യാതൊരു എൻഡോഴ്സ്മെന്റും കൊടുക്കുന്നില്ല. അതിനെ ക്വസ്റ്റ്യനാ, ദൈവവുമായിട്ട് ബന്ധമുണ്ടോണ്ടാണ് ചോദ്യം. നേരെ ഇന്റർപേഴ്സണൽ വ്യക്തിപരമായ അന്യോന്യമുള്ള ബന്ധത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാത്ത ഒരു സ്പിരിച്വാലിറ്റി യേശുവുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതാണ് സംശയം. ഈ പ്രാർത്ഥന തന്നെ എടുക്കുമ്പോൾ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആർ ഫാദർ, അല്ലാതെ മൈ ഫാദർ എന്ന് പറഞ്ഞല്ല. അല്ല, ലോർഡ്സ് പ്രേയറിലെല്ലാം പ്ലൂറല്ല. എന്നിട്ട് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാനും ദൈവം അത് കൈക്കൊള്ളാനുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അത് വളരെ പ്രാധാന്യം ഒരു സുവിശേഷത്തിലും കാണാത്ത എടുത്തു പറയുന്ന ഒരു കണ്ടീഷൻ. അതെ അതെ. 6-ാം അധ്യായത്തിൽ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ 12-ാം വാക്യം, ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അത് ഓക്കെ. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു എക്സ്പ്ലനേഷൻ 14-15 വാക്യങ്ങളിലുണ്ട്. അത് ഇപ്പോൾ വായിക്കുന്നത്, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കില്ല. അവിടെ 15-ലാണ് അത് വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നത്. ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കില്ല. സഹോദരനോടുള്ള ബന്ധത്തിലാണ് അതിന്റെ പ്രാധാന്യം കാണിക്കുകയാണ്. എന്നിട്ട് 5-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ ഈ ചർച്ചയിൽ ഒന്ന് ഉദ്ധരിച്ചതാണ്. 23-ാം വാക്യത്തിൽ വരുമ്പോൾ, ഓൾട്ടറിൽ എന്റെ യാഗപീഠത്തിൽ ഞാൻ യാഗം കൊണ്ടിരുമ്പോൾ സഹോദരൻ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിന്ത വരിക, ആർക്കെങ്കിലും എന്നോട് സഹോദരൻ ഞാൻ നിമിത്തം എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ചിട്ട്. എനിക്ക് അത് ഈ ഇംഗ്ലീഷിൽ ഞാൻ പലപ്പോഴും വായിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഗോ ആൻഡ് റെക്കൺസൈൽ എന്ന് പറയുന്ന ഒരു ഇതാ തുടങ്ങും. അപ്പോൾ ഈ ആത്മീക ഡിസൈപ്പിൾഷിപ്പിൽ വരുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഫസ്റ്റിൽ വരുന്ന ഒരു കാര്യമാണ് ഈ റെക്കൺസിലിയേഷൻ. അന്യോന്യം ഇതെല്ലാം ഒരുമിച്ച് ആരാധിക്കാൻ പോകുന്നതിന്റെ ഒരു സങ്കല്പത്തിലല്ലേ അത് പറയുന്നത്. സഹോദരൻ നിന്നോട് വല്ലതും ഉണ്ടെന്ന് തോന്നിയാൽ ഫസ്റ്റ് റെക്കൺസൈൽ, ദെൻ ഗോ ആൻഡ് വർഷിപ്പ്. 18-21 വരുമ്പോൾ ഇതിനോട് വളരെ ചേർന്നിരിക്കുന്ന ഒരു ചോദ്യം പത്രോസ് യേശുവിനോട് ചോദിക്കുന്നു. അതെ, എന്റെ സഹോദരനെ ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? 70 വട്ടം. എന്ന് ചിലർ ചിന്തിക്കുന്നത് 490 പ്രാവശ്യം ക്ഷമിച്ചു കഴിഞ്ഞാൽ 491-ാമത്തെ പ്രാവശ്യം. അത് പിന്നെയും പോകുന്നത് ഈ എക്സ്റ്റേണൽ, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ അതൊരു സ്വയനീതിയിലേക്കാണ് ആ കണക്കൂട്ടൽ പോകുന്നത്. ഹൃദയപൂർവ്വം ക്ഷമിച്ചില്ലെങ്കിൽ 18-37 പറയുന്നത് സഹോദരൻ ഹൃദയപൂർവ്വം ക്ഷമിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ 7-70 എന്ന് പറയുമ്പോൾ അത് സ്വഭാവത്തിന്റെ ഭാഗമായി വരുന്ന ഒരു ആറ്റിറ്റ്യൂഡും ക്യാരക്ടറായി മാറുക. അല്ല നമ്പേഴ്സിനെക്കാട്ടിൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സ്വഭാവം നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയത്തില്ല. അതിനുവേണ്ടി ഒരു ദാഹം നമുക്ക് വേണം. പിന്നെ മാത്യുവിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്, ലോകമെമ്പാടും എല്ലാ മനുഷ്യരും അറിയുന്ന ഒരു വാക്യമാണ് മത്തായി 7:12, ഗോൾഡൻ റൂൾ. അതെ, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ, ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. ഇത് ദുർവ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു വാക്യമാണ്. ചിലർ ചിന്തിക്കുന്നത് എല്ലാവരും എനിക്ക് നന്മ ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം നന്മ ചെയ്ത് എല്ലാവരുടെ നന്മ പിടിച്ച് പറ്റണമെങ്കിൽ എല്ലാവരും എന്നോട് നന്നായി പ്രതികരിക്കാൻ വേണ്ടി ഞാൻ എല്ലാവർക്കും നന്മ ചെയ്യും. പക്ഷെ മത്തായി 5 വായിക്കുമ്പോൾ നമുക്കറിയാം, നിങ്ങളെ പീഡിപ്പിക്കും, നിങ്ങളെ ഉപദ്രവിക്കും, നിങ്ങളെ കുറിച്ച് സകല തിന്മയും കളവായി പറയും. എന്നാ ഒരു നല്ല റെസ്പോൺസ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടല്ല, ഞാൻ എന്റെ സ്വയത്തോട് മരിച്ചിരിക്കുക. പക്ഷെ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നതല്ല ഞാൻ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഒരു ജീവിതം. അതാണ്, അല്ലാതെ അവിടെ ഒരു ഡീല് ഉറപ്പിക്കുന്ന ഒരു മനോഭാവമല്ല. അല്ലല്ല. മൂന്നാമത് നാം കാണുന്നത് ലോകത്തോട്, സഭയ്ക്ക് പുറത്തുള്ള ലോകത്തോടുള്ള നമ്മുടെ. അപ്പൊ ശിഷ്യത്വം എന്ന് പറയുമ്പോൾ ഒന്ന് സ്വാർത്ഥതയിൽ നിന്ന് വെളിവരിക,
രണ്ട്, അന്യോന്യമുള്ള ബന്ധത്തിൽ യാതൊരുവിധ ഭിന്നതയ്ക്കും സ്ഥാനമില്ല. ഹൃദയത്തിൽ നിന്ന് ക്ഷമിച്ചു കൊടുക്കുക. മൂന്ന്, ലോകത്തിലേക്ക് വരുമ്പോൾ ലോകത്തോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെ? അവിടെ ശത്രുവിനോടുള്ള മനോഭാവം പ്രാധാന്യം അർഹിക്കുന്നതാണ്. മത്തായി 5-ാം അധ്യായം 44-ാം വാക്യം, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അപ്പൊ ഇതാ ശിഷ്യത്വം. ശിഷ്യത്വമാണിത്. പ്രാർത്ഥന മാത്രമല്ല, വചനധ്യാനം മാത്രമല്ല. ഈ പ്രാർത്ഥനയും വചനധ്യാനവും ഈ ഒരു അനുഭവത്തിൽ കൊണ്ടെത്തിക്കുക. ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന. ഇവിടെ ശരിക്കും ശിഷ്യത്വത്തെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഏതോ ഒരു ഹിമാലയത്തിന്റെ സാനുക്കലിൽ പോയിരിക്കുക, അല്ലെങ്കിൽ മുറി അടച്ചിട്ട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഞാനും ദൈവവുമായിട്ട്. പക്ഷെ ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ കൂടെ ജീവിക്കുമ്പോൾ, ആ മുഖത്തിന് കീഴിൽ വരുമ്പോൾ നമ്മുടെ ബന്ധങ്ങളെ എല്ലാം മാറ്റുന്ന, എല്ലാ ബന്ധങ്ങളെയും തലകീഴായി മാറ്റുന്ന. കാരണം ഞാൻ പെട്ടെന്ന് ഓർത്തത്, ഇവിടെയും മാതൃക യേശുക്രിസ്തു ആണല്ലോ. തന്നെ ഉപദ്രവിക്കുന്നവരോടും, ഇവന് ഭൂതങ്ങളുടെ തലവനായ ബെഴ്സിബുവിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു, അല്ലെങ്കിൽ ശമരിയക്കാരൻ എന്ന് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ക്രൂശിൽ പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട്. അപ്പോൾ ഷോൺ മുമ്പേ പറഞ്ഞ പോലെ ഇമ്മാനുവേൽ, നമ്മളോട് കൂടെയുള്ള ഇമ്മാനുവേൽ, രക്ഷിച്ച് നമ്മുടെ കൂടെ പാർക്കാൻ ആഗ്രഹിക്കുന്ന, വസിക്കാൻ ആഗ്രഹിക്കുന്ന യേശു നമ്മുടെ കുടുംബത്തിൽ, വീട്ടിൽ ഉള്ളിൽ വരുമ്പോൾ ആ യേശുവിന്റെ സ്വഭാവം നമ്മളെ ഷേപ്പ് ചെയ്യുകയാണ്. അതുകൊണ്ടാണല്ലോ ലേഖനങ്ങളിലും വായിക്കുന്നത്, ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്ഷമിപ്പീൻ, ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിപ്പീൻ. ഒരു ദൈവരാജ്യ സംസ്കാരത്തിലേക്ക് നമ്മൾ വരികയും, കിങ്ഡം കൾച്ചർ. യെസ്, ഇപ്പോൾ നമ്മുടെ ആത്മീക സമൂഹത്തിലേക്കൊക്കെ നോക്കുമ്പോൾ വേറൊരു സംസ്കാരം. ക്ഷമിക്കാൻ കഴിയുന്നില്ല, ഒരു ശത്രുത ഉണ്ടെങ്കിൽ നമുക്ക് അവർക്കെതിരെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ കോടതിയിൽ വേണമെങ്കിലും കയറുവാൻ മടിക്കാത്ത ഒരു സംസ്കാരം. ഇവിടുത്തെ ഈ കിങ്ഡം കൾച്ചർ നമ്മുടെ ഉള്ളിൽ വന്നാൽ അത് ശരിക്കും ദൈവം മക്കൾ മനസ്സിലാക്കേണ്ട 6-7-ാം അധ്യായത്തിന്റെ ആ കൺക്ലൂഷൻ ആണ് ശരിക്കും ഈ ശിഷ്യത്വത്തിന്റെ ഒരു ഈ ഗിരിപ്രഭാഷണത്തിന്റെ അവസാന വാക്യങ്ങൾ. ശരിക്കും യേശു പറയുന്നത് 2 വഴികളുണ്ട്, 2 വാതിലുണ്ട്, 2 അവസാനമുണ്ട്, 2 മരങ്ങളുണ്ട്. ഇങ്ങനെ കോൺട്രാസ്റ്റ് ചെയ്ത് പറയുന്നത് ഒരിക്കലും പുറത്തുള്ളവരും അകത്തുള്ളവരും തമ്മിലുള്ള വ്യത്യാസമല്ല. പലപ്പോഴും നമ്മളെല്ലാരും ചിന്തിച്ചു വെക്കുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും. പ്രേക്ഷകർ ഒരുപക്ഷെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കാം, നമ്മൾ അറിയാതെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, ഈ ഇടുക്ക് വാതിലൂടെ പോകുന്നവർ വിശ്വാസികൾ, യേശുവിൽ വിശ്വസിക്കുന്നവർ, വിശാല വാതിലൂടെ പോകുന്നവർ യേശുവിൽ വിശ്വസിക്കാത്തവർ. അതല്ല ഇവിടുത്തെ ആശയം. ഇവിടെ 2 ഇതിലൂടെയും നടക്കുന്നത് വിശ്വാസികളാണ്. കാരണം താഴോട്ടുള്ള വാക്യങ്ങളിൽ വളരെ ക്ലിയർ ആണ്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവർ ഏവരുമല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും വിളിക്കുന്നുണ്ട്. ഇത് ഫേക്ക് സ്പിരിച്വാലിറ്റിയും റിയൽ സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. യേശുവിനെ അനുഗമിക്കുന്നവർ തന്നെ 2ആയി പോവുക, അല്ലാതെ ലോകം 2ആയി പോവുകയല്ല. യേശുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഭാഷ പറഞ്ഞാൽ സഭയ്ക്കകത്തുള്ളവർ, സ്നാനപ്പെട്ട് കയറിയവർ, രൂപാന്തരം വരാതെ വരുമ്പോൾ, അത് പുറമേയുള്ള ഭക്തിയായി മാത്രം മാറുമ്പോൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, പക്ഷേ രൂപീകരണം നടക്കുന്നില്ല. യേശുവിനെ പോലെ ആയി തീരാൻ ഒക്കാത്ത ഒരവസ്ഥ. ശിഷ്യത്വത്തിന്റെ ഏറ്റവും പ്രധാന 3 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. സ്വയം, അന്യോന്യമുള്ള ബന്ധം, ലോകം. ഇതെല്ലാം ക്രിസ്തു ശിഷ്യനെ കണ്ടാൽ അറിയണം. അങ്ങനെ ഒരു പുതിയ ന്യായപ്രമാണം, പുതിയൊരു നുകം, ഇമ്മാനുവേൽ നമ്മോട് കൂടി ഇരിക്കുന്ന ഒരവസ്ഥ. നമുക്കിനി ഈ ഒരു ചിന്തകൾ അവസാനിപ്പിക്കുവാനുള്ള ഒരു കാര്യം, ഈ സുവിശേഷത്തിൽ, പ്രത്യേകിച്ച് ഇതിന്റെ 28-ാമത്തെ അധ്യായത്തിൽ, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതികളോടും എല്ലാ എത്നിക് ഗ്രൂപ്പ്സിനോടും സുവിശേഷം പ്രസംഗിപ്പീൻ. സുവിശേഷീകരണത്തെക്കുറിച്ചും മത്തായി എന്ന സുവിശേഷകന് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്.